أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد. ഹായ് ഗായ്സ്, അപ്പോൾ ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് ആൻഡ് ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് കാണാൻ പോകുന്ന നമ്മൾ അജ്മീറിൻ്റെ കുറേ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അജ്മീറിലേക്ക് എങ്ങനെ പോകുന്നുണ്ട്, അവിടുത്തെ എന്തൊക്കെ കാണാനുണ്ട്, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ റൂം കാര്യങ്ങൾ, റെൻറ്റ്, ചിലവ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം താല്പര്യമില്ലാത്തവർ കാണണ്ട, താല്പര്യമുള്ളവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും. കാരണം അജ്മീർ മാത്രമല്ല, ഈ രാജസ്ഥാനിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു പാത്ത് എങ്ങനെയാണ്, അവിടുത്തെ ആ ഒരു കൾച്ചർ എങ്ങനെയാണ്, അവിടുത്തെ ആളുകളും മറ്റുള്ളവരുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി മാക്സിമം ഇതിൽ എൻ്റെ വിഷ്വൽസൊക്കെ കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഒരു ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഒരുപാട് യാത്രകളുണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുക. അപ്പം അജ്മീർ യാത്ര അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പം ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമുക്കത് നേരത്തെ ഞാൻ ആ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല, നമുക്കത് റെക്കോർഡ് ചെയ്യണം, ഒരു വീഡിയോ ആക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം യാത്ര തുടങ്ങി അജ്മീർ എത്തിയതിൻ്റെ ശേഷം ഞാൻ അവിടുത്തെ ആ ഒരു അജ്മീറിൻ്റെ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോഴാണ് ഞാൻ വളരെ ഇതൊന്ന് വീഡിയോ ആക്കി, ഇവിടുത്തെ യാത്ര ഒന്ന് വീഡിയോ ആക്കിയിട്ട് ജനങ്ങളുടെയൊക്കെ കാണിക്കാം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അവിടുന്ന് വീഡിയോ കണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിവിടെ ഉള്ളത് അജ്മീറിലാണ്. അജ്മീർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളെല്ലാവരും ഇവിടെ അടിപൊളിയായിട്ട് നല്ല ഇന്നൊരു ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. 5:45 ഇവിടെ ഇറങ്ങി. ഇവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ചെക്കന്മാരൊക്കെ ഉണ്ട്, ടീമൊക്കെ അവിടെ ഉണ്ട്. ഫർഷ ഇവിടെ ഉണ്ട്, പിന്നെ നമ്മളെ കറൽ ഇവിടെ ഉണ്ട്, മുസ്ഫിർ ഇതാ, റാഫിദ, എല്ലാവരും ഇവിടെ ഉണ്ട്. അജ്മീറിൻ്റെ ആ ബോർഡ് കാണും. അപ്പോൾ നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തിട്ട് ബാക്കി പിന്നെ. ഹായ് ഗൈസ്, അപ്പോൾ അജ്മീറിൽ കേരള ഹൗസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണുള്ളത്. അവിടെ 500 റുപ്യ കിട്ടിയ റൂമാണിത്. എൻ്റെ 400 റുപ്യ വരുന്നുണ്ട്. അലൈക്കുസ്സലാം. അപ്പോൾ നമ്മളെ ചെക്കന്മാർ ടീം സെറ്റിന് കണ്ടോളി. നമ്മളെ പ്രോസ് ഫർഷാണ്ട് ഇവിടെ, പിന്നെ റാഫി ഉണ്ട്, പിന്നെ അതിന് എന്ത് ഡ്രീം പറയുന്നത്, ഡ്രീം ക്യാച്ചർ, പിന്നെ ഒരു സ്പീക്കറുണ്ട്. അപ്പോൾ ഇതാണ് റൂം. ഇന്നത്തെ രാത്രിക്കത്തെ ഭക്ഷണമാണ്. അപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സെറ്റപ്പ്. ബാത്റൂമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കാരണം 400 റുപ്യൻ്റെ ആ ഒരു കണ്ടീഷൻ കാണിച്ചു തരാറാണ്. 400 റുപ്യക്ക് ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അജ്മീർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ യാത്രയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, യാത്ര എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ചെയ്ത് വരുന്നതിനേക്കാളും ബെറ്റർ ഫീലിങ്സ് ആയിരുന്നു. എങ്ങനെയെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മൾ ആദ്യം എങ്ങനെ വരണമെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ റിസർവേഷൻ ചെയ്തിട്ട് വരണമെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ റിസർവേഷന് ടിക്കറ്റ് ഇല്ല, വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ താൽക്കാലം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ആ താൽക്കാലം പറഞ്ഞ സെറ്റപ്പിൽ ടിക്കറ്റ് എടുക്കാമെന്ന് കരുതി നിന്ന് അങ്ങനെ നോക്കിയപ്പോൾ ആ ടിക്കറ്റ് ഭയങ്കര റേറ്റ്, 1,500 1,800 റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം രണ്ടും കൽപ്പിച്ച്, സാമ്പത്തിക ഭദ്രത വളരെ കുറവായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ ലോക്കൽ എടുത്ത് ട്രെയിനിൽ കയറി വയ്ക്കുമ്പോൾ ഒരു മനുഷ്യരില്ല, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, നൈസായിട്ട് കിടന്നുറങ്ങലും എല്ലാം അതിലുണ്ട് സെറ്റായിട്ട്. അങ്ങനെ അവിടുന്ന് ട്രെയിൻ കയറി 2 ദിവസം ട്രെയിനിൽ അല്ല കിടന്നുറങ്ങലും ഭക്ഷണം കഴിപ്പൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോൾ കുറച്ച് ചപ്പാത്തി, കുറച്ച് ജാമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ പാടായിട്ട് 2 ദിവസം ഭക്ഷണവും കാര്യങ്ങളൊക്കെ ട്രെയിനിൽ തന്നെ. 1.5 ദിവസം, ഒരു ദിവസം 8 മണിക്കൂറും ഇല്ല 5-6 മണിക്കൂറും അതുകൊണ്ട് ഇവിടെ എത്തി. ഇപ്പോൾ റായത്താണ്, അടിപൊളിയാണ്, പൊളി പ്ലേസാണ്. പിന്നെ വേറെന്താ പറയുക വെച്ചാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കേരള ഹൗസ് എന്ന് പറഞ്ഞ റൂം നോക്കുന്നതാണ് ബെറ്റർ. ഇവിടെ എല്ലാവരും സജസ്റ്റ് ചെയ്ത്, നമ്മളെ വീട്ടിൽ ചോദിച്ചപ്പോഴും ഇവിടെ വന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ കേരള ഹൗസ് എന്ന് പറഞ്ഞ റൂമാണ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. കുഴപ്പമില്ല, റൂം ചീപ്പ് റേറ്റിലുണ്ട്, പക്ഷേ ഇതിനേക്കാളും മോശമായിരിക്കുന്നു കരുതിയിട്ടാണ് നമ്മൾ തന്നെ എടുത്തത്. 250-നും 300-നൊക്കെ കിട്ടാണ്ട് റൂം. അപ്പോൾ ഇത് കുറച്ച് ബെഡ് സ്പേസ് ഉണ്ട്, നമുക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. 3 ദിവസം രാത്രി നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല.
ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ മക്കാമിലേക്ക് എത്തിയിട്ട് അതിന് മട്ടം പോലെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജ്മീറത്തെ ഫസ്റ്റ് ദിവസത്തെ രാത്രിക്കത്തെ ഫുഡാണിപ്പോൾ ഇത്. ചിക്കന്, പൊറോട്ട, ചപ്പാത്തി, സാലിന്. അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് കുളിച്ച് മാറ്റി വന്ന് ഭക്ഷണത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, സമയം 6 മണി. 6 മണിക്ക് നീച്ച് പള്ളിയിൽ പോകാനുള്ള പരിപാടിയാണ്. അടിപൊളി തണുപ്പ് ഇതൊന്നുമല്ല, നമ്മൾ രാവിലെ നീച്ചപ്പോൾ അടിപൊളി തണുപ്പായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ കുറവുണ്ട്. അപ്പോൾ ഞാൻ വരാം. ഞാനിപ്പോൾ മക്കാമിലേക്ക് കയറി നിൽക്കുകയാണ്. ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ പോകാൻ നിൽക്കുക. അജ്മീറിൽ കവാലി കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മള് സൽവാറിലേക്കുള്ള യാത്രയിലാണ്. അജ്മീറിൽ നിന്ന് ഇറങ്ങി, അജ്മീർ അടിപൊളിയായിട്ട് ഇവിടെ കണ്ട് എല്ലാം കഴിഞ്ഞ് ഇനി സൽവാറിലേക്ക് പോയിട്ടിരിക്കുകയാണ്. സൽവാർ അവിടുന്ന് അങ്ങോട്ടുള്ള 1-2 സ്ഥലങ്ങൾ വേറെ ഉണ്ട്, 1-2 വെക്കാൻ കൂടി ഉണ്ട്. അതൊക്കെ പോയിന്ന് വരും. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വീഡിയോകൾ കാണാം. ഇപ്പോൾ വണ്ടിയിലാണ്. ഒരു ഒമേനെ കിട്ടിക്കുന്നത്. നമ്മൾ 8 ആൾക്കാരുണ്ട് ഇവിടെ. ഇത് നമുക്ക് ഇവിടുന്ന് വൈമന്ന് കിട്ടിയ മലയാളീസാണ്. നമ്മളെ തിരൂരുകാരാണ്, നമ്മളെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ സ്ഥലം പറയാണ് തിരൂരാനാണ്. ഓക്കെ, കുഞ്ഞുട്ടി അങ്ങനെ സർവാറിൽ എത്തിയിട്ടുണ്ട്. സർവാറിലെ കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. 1 മിനിറ്റ്. സർവാറിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടോ എന്താ പാടെന്ന് അറിയില്ല. അതാണ്ടാ തൊള്ളയിൽ നല്ല സ്മോക്ക് പോകും. നമ്മൾ ഈ ഐസ്ക്രീമിലൊക്കെ ഡ്രൈ ഐസ് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഐസ്ക്രീമിലൊക്കെ ഡ്രൈ ഐസ് കഴിക്കുന്ന മാതിരിയാണ്. അടിപൊളി ലൊക്കേഷനാണ്. അതിനുള്ളിലൊരു മരമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോകണം. ഇതിൻ്റെ കവാടമാണിത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ കവാടം സർവാറിൻ്റെ. ഇതാണ്ടോ ഉറുദുവിൽ ഇവിടെ ഓരോ ഇതൊക്കെ എഴുതി വെച്ച കണ്ടോ. വാ തേനീച്ചക്കൂട് കണ്ടു അവിടെ. അതാ ഒരു തേനീച്ചക്കൂട് അവിടെ കാണുന്നു. തേനീച്ചക്കൂട് ഉണ്ടോ അളിയായി? കേട്ടോ നമ്മൾ കാണണ്ടോന്ന് അറിയില്ല. ഓക്കെ, നമ്മളെ ഒരു ചങ്ക് പ്രോനെ കാണിച്ചതാ. ചങ്ക് പ്രോ നല്ല സ്മോക്കിലാണ്. സിഗരറ്റൊന്നും കൈമില്ല. ഒരു സിഗരറ്റില്ലാണ്ട് ഇവിടെ സ്മോക്ക് ചെയ്യുന്ന പരിപാടിയില്ല അവിടെ. കേട്ടോ ഇത് വട്ടം കിട്ടില്ല. ഇതാ നമ്മളെ തിരൂരുകാരൻ ചങ്ങായി അവിടെ ഉണ്ട്. തിരൂരുനാഥനാണ് നമ്മളെ കൂടെ ആള്. പിന്നെ നമ്മളെ ചെരുപ്പ് ഇവിടെ അയച്ചിടുന്നതിന് 5 റുപ്യ കൊടുത്തേക്ക് ഒക്കെ വരണല്ലോ പറയുമ്പോൾ. ഇത് താഴെ ഉണ്ടോ ഞങ്ങള് മാർപ്പിള് അടിപൊളി ഡിസൈനിൽ വെച്ചിട്ടുണ്ടോ. ഇത് ഇല്ല, വേണ്ട. മാർബിളിന്റെ ഡിസൈൻ വർക്കുകളൊക്കെ ഉള്ള സെറ്റപ്പ് സംഭവം അവിടെ. ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടോ. മാർബിൾ കൊണ്ട് കൊത്തിപ്പണിത ഒരു മിനാരാണിത്. ഇത് ഫുൾ മാർബിൾ കൊണ്ട് കൊത്തിപ്പണിതാണ്. 1 റുപ്യ കൊടുക്കാൻ നിൽക്കണം മോനെ. പണി കിട്ടാൻ മേല് കഴിഞ്ഞു. വേറൊരു ഹൗലാണിത് കേട്ടോ. ഇരുന്ന് ഒന്നെടുക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതൊക്കെ മാർബിൾ കൊണ്ടാണ് ഇത് കൊത്തി പണിത്. പ്രാവ് വെള്ളം പിടിക്കണം കേട്ടോ. പ്രാവ് ഒന്നെടുക്കുക കേട്ടോ. ഇതെന്തോന്ന് മൂടി കെട്ടിക്കണം. അത് ലൈറ്റ് ആണെന്ന് തോന്നുന്നത്. ലൈറ്റ് ആകാനാണ് മാക്സിമം ചാൻസ്. അല്ലെങ്കിൽ ആ വെള്ളം തെറിച്ചു പോകുന്ന സാധനമാവും. ഇതൊരു മരം കണ്ടോ. മരം മുറിച്ച് ഒഴിവാക്കാണ്ട് പ്രകൃതിന് അത്രയും സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. മരം മാത്രം കവർ ചെയ്ത് വെച്ചാൽ ബാക്കിയൊക്കെ ഇതാക്കിയുണ്ടോ. ഇവിടെ ഇങ്ങനെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ സംഭവം കേട്ടോ. ഇവിടെ ഇങ്ങനെ 1-2 സ്ഥലത്ത് ഞാൻ കണ്ട് ഇങ്ങനെ മരം കവർ ചെയ്ത് കണ്ടെത്തുന്നത്. ഇതൊരു നേർച്ചപ്പെട്ടിയാണ്. നമ്മളെ നാട്ടിലൊന്നും കാണാത്ത തരത്തിലൊരു നേർച്ചപ്പെട്ടി. പൈസ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നേർച്ചപ്പെട്ടി കണ്ടോ. നമ്മളെ നാട്ടിലൊന്നും കാണാത്തൊരു ടൈപ്പ്. ഇത് കണ്ടോ, ഒറ്റ പീസ് മാർബിളാണ്. ഒറ്റ പീസ് മാർബിള്. ആ മാർബിൾ ഇങ്ങനെ കൊത്തി മെയ്ക്ക് ഉണ്ടാക്കിയതാണ്.
വേറൊരു ശില്പി തന്നെ മോനെ. ഇതൊക്കെ ഒറ്റ പീസ് മാർബിൾ. അത് ഒരു കഷ്ണം വെച്ച് ചേച്ചി കുട്ടി ഒന്നുമല്ല, ഒറ്റ പീസ് മാർബിൾ. സാൽവാർ മക്കാമിൻ്റെ ബാക്കിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുണ്ടെന്നൊക്കെ പറയാം. അതിൻ്റെ സൈഡിലൊരു തടാകമാണിത്. നല്ല വിശാലമായി പരന്ന് കിടക്കുന്ന തടാകം. കുറച്ച് വെയിലധികം ഉള്ളതുകൊണ്ട് കാഴ്ച ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നല്ല വ്യൂ ആയതുകൊണ്ട് ഒന്നും കാണിച്ചതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ കാണുന്ന പഴയ ഈ എന്താ പറയുക സുഗന്ധദ്രവ്യങ്ങൾ ഇതാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തോ ഫ്രൂട്ടിൻ്റെ ഒരു പരിപാടി ഉണ്ട്. ഒരു നിങ്ങൾ പൂട്ടൊക്കെ ഇങ്ങനെ നിറച്ചും കാണുന്നുണ്ട്. ഇഷ്ടംപോലെ പൂട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് അടിപൊളി എന്ന് പറഞ്ഞാൽ മാർബിളിൻ്റെ ഇതാണ് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയി തോന്നി. കണ്ടോ, ഇതൊരു പീസ് മാർബിളാണ്, ഒറ്റ പീസ് മാർബിള്, ഒറ്റ പീസ് മാർബിളാണ്. ഇതിൻ്റെ ഡിസൈനിങ് വളരെ ഇതായി. അങ്ങനെ ഇതൊന്നും ഒരിക്കലും പഴയ കാലത്ത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതായിരിക്കും ഇതൊക്കെ. ഒന്നും മെഷീൻ വർക്കല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പള്ളി മൊത്തം, ഈ ഒരു മക്കാമ് മൊത്തം മാർബിളാണുള്ളത്. തമാശ കളിക്കല്ലേ, മക്കാമാണ് ഫുള്ള് മാർബിളാണ് ഇതുള്ളത്. ഇതിൻ്റെ എല്ലാ ഇതും വരാം. അപ്പോൾ സാൽവാറിൻ്റെ ബാക്കിലുള്ള സാൽവാർ മക്കാമിൻ്റെ അതായത് സാൽവാറിലുള്ളത് നമ്മൾ അജ്മീർ തങ്ങളുടെ മകൻ്റെ ഖബറാണ്. അതായത് അജ്മീർ തങ്ങൾക്കുള്ള അതേ പവറാണ് മകൻക്കുള്ളതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഉസ്താദൊക്കെ പറഞ്ഞത്. അപ്പം അവിടെയുള്ള അതിൻ്റെ ബാക്കിലുള്ള കുറച്ച് കാഴ്ചകളാണിത്. ഇവിടെ ജനങ്ങൾ കണ്ടോ ഒരുമിച്ച് കൂടിയത് ഒരുപാട് ആൾക്കാരുണ്ട്. മലയാളീസും മറ്റുള്ള നാട്ടിലുള്ളവർ ഒരുപാടുണ്ട്. നല്ലൊരു സ്ഥലം, നല്ല അടിപൊളി സ്ഥലം. വെയിൽ കാരണം അടിപൊളി വെയിലാണ്, പക്ഷേ ഒരു പൊടിക്ക് ചൂട് മേൽ തട്ടുന്നില്ല. ഇപ്പോഴും നമ്മൾ ഈ ജാക്കറ്റും കാര്യങ്ങളോ ഓരോരുത്തർക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ വെയിലും നുയത്തും അടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അടിക്കുന്ന ഭാഗം ഒരു ചെറിയൊരു ഇതുണ്ടെന്നല്ലാണ്ട് മേലൊക്കെ തണുക്കുന്നേ. ഇവന് നല്ലൊരു സുന്ദരനായിട്ടുള്ളത്. ഞാൻ ആ ഭാഗമൊക്കെ കട്ട് ചെയ്യും. പിന്നെ ഇവിടുത്തെ ഒരു ലൈറ്റിൻ്റെതാണ്, ഗ്ലാസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റാണ്. മിററിൻ്റെ പീസസ് വെച്ചാണ് സെറ്റ് ചെയ്തതാണ്. അതുപോലെ ഒരുപാട് വ്യൂസ് ഉണ്ട് ഇവിടെ കാണാൻ. ഇത് പഴയ നമ്മളെ എന്താ പറയുക നിസ്കാര സമയങ്ങളാണിത്. അതിൻ്റെ ക്ലോക്ക് ഉണ്ട് ഒരു പഴയ സിസ്റ്റത്തിൽ, പഴയ തന്നെ ആയിരിക്കും അത്. ഇവിടെ ഇങ്ങനെ പുക വരുന്നത് കണ്ടപ്പോൾ എന്താ ഇവിടെ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നു നോക്കിയത്. അപ്പോൾ ഞാൻ ഒന്ന് കേട്ടോ വേസ്റ്റ് ഇട്ട് കത്തിക്കുന്ന പരിപാടിയാണ്. ഞാൻ കരുതി അത്. But from the hand of God, we dare not forget today that we are the heirs of that first revolution. Let the word go forth from this time and place to friend and foe alike that the torch has been passed to a new generation of Americans born in this century, tempered by war, disciplined by a hard and bitter peace, proud of our ancient heritage, and unwilling to witness or permit the slow undoing of those human rights to which this nation has always been committed and to which we are committed today at home and around the world. Let every nation know, whether it wishes us well or ill, that we shall pay any price, bear any burden, meet any hardship, support any friend, oppose any foe to assure the survival and the success of liberty. This much we pledge and more. To those old allies whose cultural and spiritual origins we share, we pledge the loyalty of faithful friends. United, there is little we cannot do in a host of cooperative ventures. Divided, there is little we can do, for we dare not meet a powerful challenge at odds and split asunder. To those new states whom we welcome to the ranks of the free, we pledge our word that one form of colonial control shall not have passed away merely to be replaced
by a far more iron tyranny. We shall not always expect to find them supporting our view, but we shall always hope to find them strongly supporting their own freedom, and to remember that in the past, those who foolishly sought power by riding the back of the tiger ended up inside. To those people in the huts and villages of half the globe struggling to break the bonds of mass misery, we pledge our best efforts to help them help themselves for whatever period is required, not because the communists may be doing it, not because we seek their votes, but because it is right. If a free society cannot help the many who are poor, it cannot save the few who are rich. To our sister republics south of our border, we offer a special pledge to convert our good words into good deeds, in a new alliance for progress, to assist free men and free governments in casting off the chains of poverty. But this peaceful revolution of hope cannot become the prey of hostile powers. Let all our neighbors know that we shall join with them to oppose aggression or subversion anywhere in the Americas. And let every other power know that this hemisphere intends to remain the master of its own house. To that World Assembly of Sovereign States, the United Nations, our last best hope, in an age where the instruments of war have far outpaced the instruments of peace, we renew our pledge of support to prevent it from becoming merely a forum for invective, to strengthen its shield of the new and the weak, and to enlarge the area in which its writ may run. Finally, to those nations who would make themselves our adversary, we offer not a pledge, but a request that both sides begin anew the quest for peace. Before the dark powers of destruction, unleashed by science, engulf all humanity in planned or accidental self-destruction, we dare not tempt them with weakness, for only when our arms are sufficient beyond doubt can we be certain beyond doubt that they will never be employed. But neither can two great and powerful groups of nations take comfort from our present course, both sides overburdened by the cost of modern weapons, both rightly alarmed by the steady spread of the deadly atom, yet both racing to alter that uncertain balance of terror that stays the hand of mankind's final war. So let us begin anew, remembering on both sides that civility is not a sign of weakness, and sincerity is always subject to proof. Let us never negotiate out of fear, but let us never fear to negotiate. Let both sides explore what problems unite us, instead of belaboring those problems which divide us. Let both sides, for the first time, formulate serious and precise proposals for the inspection and control of arms, and bring the absolute power to destroy other nations under the absolute control of all nations. Let both sides
seek to invoke the wonders of science instead of its terrors. Together, let us explore the stars, conquer the deserts, eradicate disease, tap the ocean depths, and encourage the arts and commerce. Let both sides unite to heed in all corners of the earth the command of Isaiah to undo the heavy burden and let the oppressed go free. And if a beachhead of cooperation may push back the jungle of suspicion, let both sides join in creating a new endeavor, not a new balance of power, but a new world of law, where the strong are just and the weak secure and the peace preserved. All this will not be finished in the first 100 days, nor will it be finished in the first 1,000 days, nor in the life of this administration, nor even perhaps in our lifetime on this planet. But let us begin. In your hands, my fellow citizens, more than mine, will rest the final success or failure of our course. Since this country was founded, each generation of Americans has been summoned to give testimony to its national loyalty. The graves of young Americans who answered the call to service surround the globe. Now the trumpet summons us again, not as a call to bear arms, though arms we need, not as a call to battle, though in battle we are, but a call to bear the burden of a long twilight struggle, year in and year out, rejoicing in hope, patient in tribulation, a struggle against the common enemies of man, tyranny, poverty, disease, and war itself. Can we forge against these enemies a grand and global alliance, north and south, east and west, that can assure a more fruitful life for all mankind? Will you join in that historic effort? In the long history of the world, only a few generations have been granted the role of defending freedom in its hour of maximum danger. I do not shrink from this responsibility. I welcome it. I do not believe that any of us would exchange places with any other people or any other generation. The energy, the faith, the devotion which we bring to this endeavor will light our country and all who serve it. And the glow from that fire can truly light the world. And so, my fellow Americans, ask not what your country can do for you, ask what you can do for your country. My fellow citizens of the world, ask not what America will do for you, but what together we can do for the freedom of man. Finally, whether you are citizens of America or citizens of the world, ask of us here the same high standards of strength and sacrifice which we ask of you. With a good conscience, our only sure reward, with history the final judge of our deeds, let us go forward. അപ്പോൾ ഇവിടെ തന്നെ ഇതിനെ കണ്ടാൽ തീരാത്ത അത്ര ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അജ്മീറിലുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ. അപ്പോൾ താങ്ക് യു ഗൈസ്, സീ യു അഗൈൻ.